വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഹ്യൂമനിസം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം പറയണം. അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോർമലി നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, അത് വായിക്കുന്നു, അതിൻ്റെ അർത്ഥം പറയുന്നു. ആ ഒരു രീതിക്കാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകൾ, ഹിസ്റ്ററി ക്ലാസ്സുകൾ എപ്പോഴും എടുക്കാറ്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തു, ആദ്യം ഈ പറയുന്ന റിനൈസൻസ് എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ ആദ്യം എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റുകളൊക്കെ പഠിച്ചത്, അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം കമൻ്റായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുണ്ടോ? അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കഥ പോലെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ വിശദീകരിച്ചു പോകുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? അതായത് ഈ പറയുന്ന ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആ കഥ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇനി ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ടെസ്റ്റ് വയ്ക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം, അതായത് ഈ ചോദ്യം കേൾക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അത് മനസ്സിൽ വരുന്നുണ്ട്, ആ കഥയിൽ നമ്മൾ കേട്ടതുപോലെ നിങ്ങൾക്കത് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഒന്നും തന്നെ വരുന്നില്ല എങ്കിൽ ആ പറയുന്ന രീതി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം നമുക്കൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് റിനൈസൻസ്. റിനൈസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ റിനൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിൽ മൊത്തമായിട്ടൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അല്ല, ഈ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറഞ്ഞത്. അല്ല, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ റിനൈസൻസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റലി എന്ന് പറയുന്ന രാജ്യം, അല്ലെ ഈ പറയുന്ന ഇറ്റലി എന്ന രാജ്യത്തിൽ ട്രേഡ് ഉണ്ടായി, അല്ലേ? എന്തുണ്ടായി? ട്രേഡ് ഉണ്ടായി. അപ്പോൾ ട്രേഡ് വന്നു, അതിലൂടെ പല പല സിറ്റികൾ ഫോം ചെയ്തു. അപ്പോൾ ട്രേഡ് ഉണ്ട്, സിറ്റികൾ ഫോം ചെയ്തു. അതിനൊക്കെ മുമ്പ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയും പറഞ്ഞു, അല്ലേ? അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന റിനൈസൻസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതിനുശേഷം ട്രേഡ് ഡെവലപ്പ് ചെയ്തത് ഓർമ്മ വരുന്നുണ്ടോ? അത് പ്രകാരം സിറ്റികൾ ഫ്ലറിഷ് ചെയ്തത് ഓർമ്മ വരുന്നുണ്ടോ? ഈ പറയുന്ന സിറ്റികളിൽ മോണിറ്ററി ബേസ് ചെയ്തിട്ടുള്ള, അതായത് പണം വിനിമയ രീതിക്കുള്ള ഒരു വിനിമയ രീതി വന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഓർമ്മ വരുന്നുണ്ടോ? അവിടെ ആൾക്കാർ റീസണിങ്, അല്ലെ ഈ പറയുന്ന കലയിലും സാഹിത്യത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു സമുന്നതമായ ഒരു മാറ്റം വരുന്നു, അല്ലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അത് നമ്മൾ ആ പഠിച്ച പോയിന്റുകൾ ഒരു 5-3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിനൈസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ റിനൈസൻസ് ഉണ്ടായത്? അതെങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആ ഇറ്റലി ആദ്യം ഒന്ന് മനസ്സിൽ ആലോചിച്ച്, മെഡിറ്ററേനിയൻ സീയുടെ നടുക്കായിട്ട് കാണപ്പെടുന്ന ഇറ്റലി. അപ്പോൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇറ്റലി എന്ത് ചെയ്തിട്ടുണ്ട്, റിനൈസൻസിൻ്റെ കേന്ദ്രമാകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഈ പറയുന്ന ഇറ്റലി ഈ പറയുന്ന ജിയോഗ്രഫിക്കലി നടുക്കായതുകൊണ്ട് തന്നെ അവിടെ ട്രേഡ് ഡെവലപ്പ് ചെയ്തു, അവിടെ സിറ്റികൾ ഫോം ചെയ്തു, വെൽത്തി ഫാമിലീസ് ഫോം ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇറ്റലിയിൽ റിനൈസൻസ് ആരംഭിച്ചത്. ക്രൂസൈഡിനെ പറ്റി ഓർമ്മ വരുന്നുണ്ടോ? ക്രൂസൈഡ് എന്തായിരുന്നു? ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ നടക്കുന്ന യുദ്ധമായിട്ടുള്ള ക്രൂസൈഡ് നടന്ന കാര്യം ഓർമ്മ വരുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചടക്കുന്നു? ഈ പറയുന്ന തുർക്കികൾ പിടിച്ചടക്കുന്നു. ഈ പോയിന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കൈലാസിൽ കണ്ട കാര്യം ഓർമ്മയുണ്ടോ? ഇറ്റാലിയൻ സിറ്റീസ് വെയർ വെൽത്തിയർ കമ്പയർഡ് ടു അതർ യൂറോപ്യൻ സിറ്റീസ്. എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ സിറ്റികൾ വെൽത്തിയർ ആയത്? എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ ട്രേഡ്, അവിടുത്തെ ലൊക്കേഷൻ, അവിടുത്തെ ആൾക്കാർക്ക് ബുക്ക് കീപ്പിംഗ് പോലെയുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ അറിയായിരുന്നു. ഈ പറയുന്ന പ്ലേഗ് വന്നപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ, അതായത് ഈ പറയുന്ന യൂറോപ്പിലുള്ള കുറേ ആൾക്കാർ എങ്ങോട്ട് വന്നു? ഇറ്റലിയിലോട്ട് വന്നു, അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഒരു വെൽത്തി മിഡിൽ ക്ലാസ് ഉണ്ടായി. അങ്ങനെ അവർ എന്തായി? കാശുകാരായിട്ട് മാറി, അല്ലെ? ട്രേഡിലൂടെ കാശുകാരായിട്ട് മാറി. ഓർമ്മയുണ്ടല്ലോ? ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ പ്ലേഗ് ഇൻ ദ 14th century. 14ാം നൂറ്റാണ്ടിൽ പ്ലേഗ് എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയത്? പ്ലേഗ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് മരിച്ചു. ഈ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് മരിച്ചപ്പോൾ കൃഷിക്കുള്ള ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. അങ്ങനെ ഫ്യൂഡലിസം എന്ന് പറയുന്നത് തകരാൻ തുടങ്ങി. ഈ പറയുന്ന ആൾക്കാർ കൃഷി നശിച്ചപ്പോൾ അവിടെ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് എങ്ങോട്ട് വന്നു? സിറ്റികളിലോട്ട് വന്നു. സിറ്റികളിൽ വന്നത് അവർ വെൽത്തി മിഡിൽ ക്ലാസ് ആയിട്ട് മാറി. ഓർമ്മയുണ്ടാവുമല്ലോ? അസസ് ദ ഇമ്പാക്ട് ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്, അല്ലെ? തുർക്കികൾ അല്ലെങ്കിൽ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് ഈ പറയുന്ന ഇന്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇറ്റലി എങ്ങനെ മാറ്റിയത്?
തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ ലിറ്ററേച്ചർ അറിയാവുന്ന പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടുന്ന് നേരെ അവരുടെ ഹോംലാൻഡായ റോമിലോട്ട് വരുന്നു. അവിടെ വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കൃതികളൊക്കെ അവരുടെ ലോക്കൽ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ ഇത് പഠിക്കുന്നു. ഇതിനു വേണ്ടി ഫണ്ടിങ് ആര് കൊടുക്കുന്നു, ധനികരായിട്ടുള്ള ഇറ്റാലിയൻ സിറ്റിയിലുള്ള ആൾക്കാർ കൊടുക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുന്നു. ഇത്രയും കാര്യങ്ങൾ കാണാതെ പഠിക്കാതെ ഒരുവിധം നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് മനസ്സിലായി എന്നർത്ഥം. ഇനി അതൊന്നും തന്നെ വരുന്നില്ലെങ്കിൽ പോയി, നമുക്കതൊന്നും ഓർമ്മയില്ല. നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന രീതിയായിരിക്കും നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ചോദ്യം കൂടെ നമ്മുടെ ഫാമിലീസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഇത് മാച്ച് ചെയ്യാൻ നോക്കിയേ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? മെഡിസി എന്ന് പറയുന്ന ഏത് സിറ്റിയിലായിരുന്നു? നമ്മളൊരു കോഡ് പറഞ്ഞു മടിച്ചി എന്ന് പറയുമ്പോൾ എപ്പോഴാണ് മടിച്ചി എന്ന് പറഞ്ഞത്? ഫ്ലോർ തുടയ്ക്കാതിരുന്നപ്പോൾ അപ്പോൾ മടിച്ചി അല്ലെങ്കിൽ മെഡിസി ഫ്ലോറൻസ് എന്ന് നമുക്ക് ഓർമ്മ കിട്ടൂലേ? സ്വാഴ്സ എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു? അതൊരു പെൺകുട്ടിയായിരുന്നു. അതെങ്ങനെയായിരുന്നു? മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്സ് എന്താ വിളിച്ചത്? കോന്തി എന്നൊക്കെ വിളിച്ചു. അപ്പോൾ എന്താണ്? രണ്ടും മിലാനുള്ള സിറ്റീസാണ്. ഫർണീസിയിലെ FARും പാർമയിലെ PARും വെച്ച് നമുക്കത് രണ്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഓർസീനി എന്ന് പറയുന്ന നേപ്പിൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന കോഡുകളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹ്യൂമനിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഹ്യൂമനിസം? നമ്മൾ അതിൻ്റെ അടിസ്ഥാനമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? മനുഷ്യന്മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഹ്യൂമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമനിസം. അപ്പോൾ വരുന്നൊരു ചോദ്യം, ഈ ഹ്യൂമനിസം വരുന്നതിന് മുന്നേ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? അതായത് ഈ ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് അറ്റ് ദ സെൻറ്റർ, അതായത് മനുഷ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഓക്കെ, ഈ പറയുന്ന ഇറ്റാലിയൻ സിറ്റികളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു രീതിയാണ് സ്കൊളാറ്റിസിസം. എന്താണ്? പേര് പറയുമ്പോൾ തന്നെ തെറ്റുന്നുണ്ട് സ്കൊളാറ്റിസിസം. എന്താണ് സ്കൊളാറ്റിസിസം? സ്കൊളാറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണേ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് നമ്മുടെ ഇവിടെ ഇറങ്ങിയൊരു സിനിമയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത് എമ്പുരാൻ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു ഡെവിളാണ് ലൂസിഫറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഈ പറയുന്ന ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. അതായത് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന 14-ാം നൂറ്റാണ്ടിന് മുമ്പാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഈ നമ്മുടെ അബ്രാം ഖുറേഷി എന്നൊക്കെ പറയുന്നത് ഒരു മാലാഖയായിട്ടായിരിക്കും ചിത്രീകരിക്കുന്നത്. അതായത് ഈ പറയുന്ന മനുഷ്യനെ പറ്റിയല്ല അവിടുത്തെ കഥ പറയുന്നത്. ആരെപ്പറ്റി ആയിരിക്കും? ഈ പറയുന്ന നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കഥകളും ലിറ്ററേച്ചറും പടം വരയ്ക്കുന്നതും ഒക്കെ നോളജും ഒക്കെ പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കൊളാറ്റിസിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അബ്രാം ഖുറേഷി ഒരു മാലാഖ, നമ്മുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്നത് അബ്രാം ഖുറേഷി മാറിപ്പോയി, ഡെവിളാണല്ലേ ഡെവിള്. പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന മാലാഖ, ഈ പറയുന്ന ആൾക്കാരുടെ മരണം, അത് അവർക്കെല്ലാം ഒരു ദൈവിക പദവിയൊക്കെ കൊടുത്ത് മാലാഖമാരെ പറ്റിയും ദൈവങ്ങളെ പറ്റിയിട്ടും അവരുടെ കഥയൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റി മൂവ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കൊളാറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഇൻ ദ മിഡിൽ ഏജസ് വെയർ ഡോമിനേറ്റഡ് ബൈ സ്കൊളാറ്റിസിസം വിച്ച് ഈസ് റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. നമ്മുടെ ബൈബിളും അതുമായി ബന്ധപ്പെട്ട കഥകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിയാണ് സ്കൊളാറ്റിസിസം എന്ന് പറയുന്നത്. അതായത് അറിവിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും അത് ഡിവൈൻ മാറ്റേഴ്സ് ദൈവികമായ കാര്യങ്ങളിലും ആഫ്റ്റർ ലൈഫ് നമ്മുടെ ഈ പറയുന്ന പുനർജന്മം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇവിടെ കലയിലും സാഹിത്യത്തിലും ഈ പറയുന്ന ശില്പകലയിലും ആർക്കിടെക്ചറിലും ഒക്കെ ഇതിനാണ് ഇമ്പോർട്ടൻസ്. അതായത് മതത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു രീതിയാണ് സ്കൊളാറ്റിസിസം എന്ന് പറയുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് എന്ത് വരുന്നത്? ഹ്യൂമനിസം എമർജ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമനിസം എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂ വേ ഓഫ് തിങ്കിങ് ചിന്തയിലുണ്ടാകുന്ന പുതിയ രീതി വേറെ എന്താണ്? സെൻറ്റേർഡ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് വേൾഡ്ലി ലൈഫ് ഈ പറയുന്ന ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ട്, സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ പറ്റിയിട്ട്, മാലാഖയെ കാണുന്നതിനെ പറ്റിയിട്ടൊന്നും അല്ല. ഇന്ന് ഈ പറയുന്ന ലോകത്ത് നമ്മൾ മനുഷ്യന്മാരെങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ലൂസിഫർ ഇറങ്ങിയ പോലെ അവിടെ മനുഷ്യരെ പറ്റിയിട്ടാണ് പറഞ്ഞത് ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമനിസത്തിന് മുമ്പ് എന്തായിരുന്നു? സ്കൊളാറ്റിസിസം ആയിരുന്നു. സ്കൊളാറ്റിസിസം എന്തായിരുന്നു? which was deeply rooted in the Christian തിയോളജി ഈ പറയുന്ന ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഡിവൈനും ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ടൊക്കെയാണ് അവിടെ പറഞ്ഞിരുന്നത്. എംഫസൈസ് ചെയ്യുന്ന എന്തായിരുന്നു? ഹ്യൂമൻ എക്സ്പീരിയൻസിന് അല്ലായിരുന്നു. എന്നാൽ ഇത് മാറിക്കൊണ്ട് ഹ്യൂമൻ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമനിസം എന്ന് വിളിക്കുന്നത്. ഹ്യൂമനിസം എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കാം എന്താണ് ഈ ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും റീസൺ, ക്രിട്ടിക്കൽ തിങ്കിങ്, റാഷണൽ ഇൻക്വയറിക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ആരെങ്കിലും പറഞ്ഞു തന്ന മുത്തശ്ശി കഥ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പണ്ട് എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് പാടെ വിശ്വസിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിൻ്റെ കാരണങ്ങൾ തേടി
മാത്രമല്ല എന്താണ് എല്ലാത്തിനെയും നമ്മൾ ഈ പറയുന്ന എന്താണ് ഒരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ കാണുന്നു. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് വെറുതെ അങ്ങ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ അല്ലേ? എന്തുകൊണ്ടത് വന്നു, അതിനൊരു കാരണമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് പറയുന്ന ഒരു കാര്യം ശരിയാണോ തെറ്റാണോ നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങി. റാഷണലായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻക്വയറി ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ചുമ്മാ അല്ലേ, ഇപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവജാലങ്ങളെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന രീതിയിൽ അങ്ങ് ചുമ്മാ പറഞ്ഞാൽ പറ്റുമോ? നമ്മളതിനെ ചോദ്യം ചെയ്തു. അതായത് യുക്തിവാദപരമായിട്ട് കാര്യങ്ങളെ കണ്ടു. യുക്തിവാദപരം എന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് എടുക്കണ്ട, എന്നാലും എല്ലാത്തിനും നമ്മൾ അന്വേഷിച്ചു, നമ്മളതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചു. അതായത് മഴ പെയ്യുന്നത് ദൈവം മഴ പെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചാൽ അത് സ്കൊളാറ്റിസിസം. എന്നാൽ എന്തുകൊണ്ട് മഴ പെയ്യുന്നു, വെള്ളം എങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോകുന്നു, ക്ലൗഡ് ആകുന്നു, മഴ പെയ്യുന്നു എന്ന രീതിയിൽ ചിന്തിച്ചാൽ അത് ഹ്യൂമനിസം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇപ്പോൾ ഇതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത് അല്ലേ. ഹ്യൂമനിസ്റ്റ് സെലിബ്രേറ്റഡ് ഹ്യൂമൻ യൂണീക്നെസ്. അല്ല, അവർ മനുഷ്യരെ പറ്റി, മനുഷ്യരുടെ ഇമോഷൻസിനെ പറ്റി, ക്രിയേറ്റിവിറ്റിയെ പറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളെ പറ്റിയിട്ട് എന്ത് ചെയ്തു, കൂടുതലായിട്ട് അതിനെയാണ് അവർ ആഘോഷിച്ചത്. എന്ന് വെച്ചാൽ അതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ഗോഡ് സെൻറ്റേർഡ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന സ്കൊളാറ്റിസത്തിൽ നിന്ന് ഹ്യൂമനിസത്തിലോട്ട് വന്നപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമനിസം എന്ത് ചെയ്തു, ഫ്രീഡം ഓഫ് തോട്ട്സ് അല്ലേ, ആൾക്കാരുടെ ഈ പറയുന്ന ചിന്തയ്ക്കുള്ള ഫ്രീഡം അല്ല, അവർക്കൊരു ഫ്രീഡം കൊടുത്തു. അവർ ക്രിട്ടിസിസത്തിനെ എന്ത് ചെയ്തു, വെൽക്കം ചെയ്തു. അതുമാത്രമല്ല എന്തായിരുന്നു ദേ ക്വസ്റ്റ്യൻഡ് ദ റിലീജിയസ് അതോറിറ്റി അല്ലേ, മതത്തിൻ്റെ ആ ഒരു അതോറിറ്റി അവർ ചോദ്യം ചെയ്തു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്ത് പാപം ചെയ്താലും അതിനൊരു പത്രം വാങ്ങിച്ച് പള്ളിയിൽ കൊടുത്താൽ ഓക്കെ ആകും എന്ന് പറഞ്ഞാൽ അതങ്ങ് ചുമ്മാ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അത് ദൈവത്തിൻ്റെ പേരിൽ അവർ കാണിക്കുന്ന കൊള്ളയും കാര്യങ്ങളും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ അന്നത്തെ അവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിലും ലിറ്ററേച്ചറിലും സയൻസിലും ഫിലോസഫിയിലും ഒക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന ഒരു രീതി കണ്ടു തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമനിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമനിസം എന്ത് മാറ്റങ്ങളാണ് വരുത്തിയത്. ഓക്കെ, ഹ്യൂമനിസം വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇറ്റലിയിൽ നിന്നൊക്കെ വന്ന സ്കോളേഴ്സ് എന്ത് ചെയ്തു, അവിടെ ഈ പറയുന്ന ഗ്രീക്കോ റോമൻ പറയുന്ന ഭാഷയിലുണ്ടായിരുന്ന കാര്യങ്ങളെയൊക്കെ ലോക്കൽ ലാംഗ്വേജിലോട്ട് മാറ്റി. അങ്ങനെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൽ ലിറ്ററേച്ചർ വന്നു. ഇതെല്ലാം ഹ്യൂമനിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പെർസ്പെക്റ്റീവിൽ നിന്നാണ് വന്നത്. അതായത് ദൈവം പറഞ്ഞ ഭാഷ എന്നല്ല, ഇന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ ഏതാണോ ആ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പണ്ടത്തെ കൃതികളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കോമൺ ഭാഷയിലോട്ട് മാറ്റിയപ്പോൾ എന്ത് പറ്റി, ദേ മേക്കിംഗ് നോളജ് മോർ അക്സസിബിൾ. അവർ അറിവ് എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവർക്കും എല്ലാവരുടെ കൈകളിലോട്ടും എത്തുന്ന രീതിയിലോട്ടാക്കി. സിമ്പിളി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആർക്കും മനസ്സിലാവാത്ത അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഭാഷയിൽ നടന്ന കൃതികളും കാര്യങ്ങളും ഒക്കെ അവർ ലോക്കൽ ഭാഷയിൽ എഴുതി. അപ്പോൾ എല്ലാ ആൾക്കാരും അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കുകയും അന്നത്തെ കാലത്ത് വിവരമുള്ളവന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ല ഗ്രീക്കോ റോമൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആൾക്കാർ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ശില്പകലയിലും മറ്റു കാര്യങ്ങളിലും ദൈവങ്ങളെന്ന് പറഞ്ഞത് മാറിയിട്ട് ഗ്രീക്കോ റോമൻ സ്റ്റൈലിൻ്റെ ഇമ്പാക്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ എന്ത് പറ്റി, റിനൈസൻസ് ആർട്ട് എന്ന് പറയുന്നത് കൂടുതലായിട്ടും റിയലും നേച്ചറിനും ഹ്യൂമൻ ബീയിങ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാറ്റി. അതായത് ഇത്രയേ ഉള്ളൂ. ദൈവങ്ങളും മറ്റു കാര്യങ്ങളെയും പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ മനുഷ്യരെ പറ്റിയും മനുഷ്യരുടെ ഇമോഷൻസിനെ പറ്റിയും സംസാരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹ്യൂമനിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമനിസ്റ്റ് ബിലീഫ് ഇൻ ദ വാല്യൂ ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ദ എവറിഡേ ഹ്യൂമൻ ലൈഫ് അല്ലേ. ഇതെന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യരുടെ അതായത് ഇപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കാതെ ഒരു ആ നാട്ടിലുള്ള ഒരു എന്തെങ്കിലും ഒരു ചന്ത, ഒരു മാർക്കറ്റ്, അതിനെപ്പറ്റി ഒരു ചിത്രം വരച്ചു, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളെ പറ്റി ഒരു ശില്പം ഉണ്ടാക്കി. അങ്ങനത്തെ രീതികൾ, അതായത് മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് അവിടെ എന്ത് ചെയ്തു, കൊടുത്തു. ഇതിൽ അറബ് സ്കോളേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. അതായത് അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ഇവിടെ കണ്ടോ, അരിസ്റ്റോട്ടിൽ ഈ പറയുന്ന ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ, ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ ഇവിടോട്ട് എത്താനായിട്ട് നമ്മുടെ ഈ പറയുന്ന ക്രൂസൈഡും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് മനസ്സിലായി, റിനൈസൻസ് സോ എ റൈസ് ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ദാറ്റ് ഷോക്കേസ്ഡ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞ ഒരു സത്യം ഞാൻ പറയാമല്ലോ, ഇനി വരാൻ പോകുന്ന പെയിൻറ്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, ഇതിനകത്തൊക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് എല്ലായിടത്തും ദൈവം മാറി മനുഷ്യൻ വന്നു. പരീക്ഷയ്ക്ക് നിങ്ങൾ ഉത്തരം എഴുതുമ്പോഴും
ഫസ്റ്റ് പോയിന്റ് ഇതായിരിക്കണം, ദൈവത്തിനും മതത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാറി മനുഷ്യനും മനുഷ്യ ജീവിതത്തിനും മനുഷ്യ എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ ഒരൊറ്റ പോയിന്റ് അറിയാമെങ്കിൽ അത്യാവശ്യം ഗ്യാസൊക്കെ കയറ്റി നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു എല്ലാ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കണ്ടോ, ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ ഇത്രയും പോയിന്റ് കണ്ടോ, ഇതിനാണ് ഞാൻ എന്താ ഇവിടെ ഈ ഇത്രയും കുറച്ച് പോയിന്റ്, ഇതിൽ കൂടുതൽ കുറയ്ക്കാൻ എനിക്ക് പറ്റില്ല, ഇത്രയും കുറച്ച് പോയിന്റുകളായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിനൈസൻസ് ആർട്ടിനെ പറ്റിയാണ്. നോക്കണം, മിഡീവൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ്ങും റിനൈസൻസ് കാലഘട്ടത്തിലുണ്ടായ ഒരു പെയിൻറ്റിങ്ങാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, രണ്ട് പെയിൻറ്റിങ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരുമാതിരി കൊച്ചു പിള്ളേർ വരച്ചു വയ്ക്കുന്ന പോലെയാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, വരച്ചു വെച്ചേക്കുന്നത് അല്ലെ. മനുഷ്യൻ്റെ മുഖത്തിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. മാത്രമല്ല ഇവിടെ കുറേ ദേവതകളും ഈ പറയുന്ന എന്താണ്, ഇപ്പോൾ യേശു ക്രിസ്തുവും അല്ലേ, ഇത് യേശു ക്രിസ്തുവും അമ്മയും ഇരിക്കുന്ന പിക്ചറാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ പറയുന്ന മിഡീവൽ കാലഘട്ടത്തിനകത്ത് അതിൻ്റെ കൂടെ ആവശ്യമില്ലാതെ കുറേ മാലാഖമാരെയും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യരുടെ മുഖത്തിന്, അതായത് ദൈവപുത്രനാണല്ലോ യേശു ക്രിസ്തു, അപ്പോൾ മനുഷ്യരുടെ മുഖത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് റിനൈസൻസിലോട്ട് വന്നപ്പോൾ കണ്ടോ, ഇവിടെ മനുഷ്യനാണ് ഇമ്പോർട്ടൻസ്. ഈ പടം നോക്കിയാൽ നമുക്ക് കണ്ടോ മനുഷ്യരുടെ മുഖം വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പറയുന്ന റിനൈസൻസ് ആർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പോയിന്റ് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. നോക്കി, എന്താണ് പെയിൻറ്റിങ്ങിൽ വന്നത്. ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് വെയർ റിഫ്ലക്റ്റഡ് പ്രൊഫൗണ്ട്ലി വിത്ത് ദ റിനൈസൻസ് പെയിൻറ്റിങ്. റിനൈസൻസ് പെയിൻറ്റിങ്ങിലും എന്ത് ചെയ്തു, ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. മനസ്സിലാവുമല്ലോ. പെയിൻറ്റേഴ്സ് എന്ത് ചെയ്തു, പെയിൻറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഓക്കെ, പെയിൻറ്റേഴ്സ് ഓഫ് ദ ടൈം presented human forms with remarkable accuracy, clarity and meticulous attention to the details in their work. കണ്ടോ, ഇതാണ് റിനൈസൻസ് പെയിൻറ്റിങ്. ഇതിലെന്താ പറ്റിയത്, മനുഷ്യരുടെ രൂപങ്ങൾ ആക്യുറേറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസിനും, അതായത് മനുഷ്യൻ്റെ മുഖത്ത് ഓരോ എക്സ്പ്രഷൻസിന് പോലും വ്യക്തമായി അവർ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. The knowledge they had acquired about human anatomy facilitated this artistic achievement. അതായത് പണ്ടത്തെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസിനകത്തുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കി മനുഷ്യരുടെ അനാറ്റമിയെ പറ്റിയിട്ടും ഒക്കെ അറിവ് നേടിയിട്ടുള്ളവരായിരുന്നു അന്നത്തെ പെയിൻറ്റേഴ്സ്. ആ അറിവ് ഉപയോഗിച്ച് അവർ മനുഷ്യരെ ഇന്ന് കാണുന്ന പോലെ വൃത്തിക്കും മെനയ്ക്കും വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ മിഡീവൽ കാലഘട്ടത്തിൽ നമുക്കറിയാം ആ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ് ആയിരുന്നില്ല നിന്നിരുന്നത്. പെയിൻറ്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. കണ്ടോ, അവരെന്താണ്, അവർ നിരീശ്വര, ഈ പറയുന്ന റാഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിരീശ്വരവാദം. അതായത് ദൈവങ്ങളുടെ ഈ പറയുന്ന ഇമ്പോർട്ടൻസ്, ഈ പറയുന്ന ഇവിടെ നോക്കി കുറേ മാലാഖമാരെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മനുഷ്യനെ മാത്രമായിട്ട് വരച്ചേക്കുന്നു അല്ലേ. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ളത് മനുഷ്യരല്ലേ, അപ്പോൾ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരെ എന്ന രീതിക്ക് ചിന്തിച്ചു. അവർ മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ചിത്രങ്ങളിലും കലകളിലും ഉണ്ടായിരുന്ന ദൈവികമായിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മനുഷ്യനും മുഖവും ചിത്രകലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻസ് ടു ദ വാല്യൂസ് ഓഫ് ദ വേൾഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം. ആർട്ട് വർക്ക് ബിക്കം ഇൻക്രീസിംഗ്ലി പ്രിസൈസ് ആൻഡ് റിയലിസ്റ്റിക്. ആർട്ട് വർക്ക് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് മാറി. ഇത്തരം പോയിന്റ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. വെറുതെ നിങ്ങൾ ഈ പറയുന്ന മൊത്തം വായിച്ചതൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ തന്നെ ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് തീരത്തില്ല. ഇതെങ്ങനെ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇത്രയും പോയിന്റുകൾ, അതായത് പെയിൻറ്റിങ്ങിനകത്ത് നിങ്ങൾ ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. എന്താണ് ഫസ്റ്റ് പോയിന്റ്, റിനൈസൻസ് പെയിൻറ്റിങ്ങിൽ ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടിരുന്നു. ഒറ്റ പോയിന്റ് എഴുതാമല്ലോ. അവർ എന്ത് കൊടുത്തു, ദേ ഗീവ് റിമാർക്കബിൾ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ നമ്മൾ എടുക്കുന്നതിനകത്ത് ആക്യുറസിക്കും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യൻ്റെ ഓരോ ഡീറ്റെയിൽസും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി വരച്ചിരുന്നു. അവർ റാഷണലിസം, അതായത് നിരീശ്വരവാദം, അതായത് ഈ ദൈവത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മാലാഖമാരെയൊക്കെ മാറ്റിയിട്ട് മനുഷ്യൻ്റെ ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ വരച്ചു. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ലാൻഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ നാടും ആ നാട്ടിൽ കാണുന്ന ആ കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇല്ലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് അല്ലേ. ഇവിടുത്തെ ഈ പറയുന്ന പിക്ചർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ഫോട്ടോ കാണുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ, റിയലിസ്റ്റിക് ആയിട്ട് വരച്ചു വെച്ചു. ഇവിടെ ആണെങ്കിലോ പ്ലെയിൻ ആയിട്ട് അല്ലെ, ഒരു 3D എഫക്റ്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. പ്രകാശം വരുന്ന ആ ഒരു രീതി, ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കറക്റ്റ് ഈ ഭാഗത്ത് എവിടെയോ ലൈറ്റ് ഇരിക്കുന്നു, ആ ലൈറ്റ് ഇവരുടെ മുഖത്ത് വീഴുന്നു, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് കുട്ടി വരച്ചു വയ്ക്കുന്ന പോലെയാണ് പണ്ടത്തെ ആർട്ട് ആയിരുന്നതെങ്കിൽ ഈ പറയുന്ന കാലത്ത് റിനൈസൻസ് വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തു. അതായത് ലാൻഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. കണ്ടോ, ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രം കണ്ടോ, ഇവിടെ യേശു ക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഡിസേബിൾസ് ഇരിക്കുന്നു, ഈ പറയുന്ന നാടും അവിടുത്തെ കാര്യങ്ങളും മലയും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു.
ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇല്ലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് അല്ലേ. ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു 2D എന്നുള്ളത് മാറി ഒരു 3D വ്യൂ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി അല്ലെ, മനുഷ്യൻ്റെ ശരീരമൊക്കെ ആ ഒരു രീതിക്ക് തന്നെ അവർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചു. പോർട്രേറ്റുകൾ കണ്ടു, ആൾക്കാരുടെ പോർട്രേറ്റുകൾ അവർ വരച്ചു. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലിസ്റ്റിക് ഹ്യൂമൻ ഫോംസ് അല്ലെ. യേശു ക്രിസ്തുവും മാലാഖമാരും ഡിസേബിൾസും ഒക്കെ എന്ത് ചെയ്തു, അവരുടേതായ മനുഷ്യരായിരുന്നു അവരെന്ന രീതിക്ക് മനുഷ്യൻ്റെ രൂപം കൊടുത്ത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത് റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ബോറടിക്കും, എനിക്കറിയാം, മനസ്സിലാവും, പക്ഷേ വേറെ വഴിയില്ല. ഇതിങ്ങനെ അല്ലാതെ പറയാൻ വേറെ വഴി എനിക്കറിയില്ല. ഇനി വരുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗം എത്തിയിരിക്കുകയാണ്. പെയിൻറ്റേഴ്സും അവരുടെ വർക്കും. ഈ പറയുന്ന റിനൈസൻസ് ആർട്ട് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പെയിൻറ്റേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് വർക്കുകളും ദാ ഇവിടെ ഇങ്ങനെ പലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ഓർഡറാക്കി ഒരു ടേബിളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കോഡ് പോലെ അല്ലെങ്കിൽ ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അപ്പം നോക്കാം പെയിൻറ്റേഴ്സും അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ഫസ്റ്റ് വരുന്നതാണ് ജിയോവാനി ബെല്ലിനി. ഉച്ചാരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റാലിയൻ ഭാഷയല്ലേ, നമുക്കത്ര വശമില്ലല്ലോ. ജിയോവാനി ബെല്ലിനിയുടെ ഒരു ചിത്രമാണ് എഗണി ഇൻ ദ ഗാർഡൻ. നമ്മളിത് നേരത്തെ കണ്ടില്ലേ. സോറി, ചെറിയ ജലദോഷമുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ആക്കുന്നത്. നോക്കിയോ, ഇവിടെ കണ്ട ഈ ചിത്രത്തിൻ്റെ പേരാണ് ജിയോവാനി ബെല്ലിനിയുടെ എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നത്. എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ചിത്രത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു, ഏതോ ഒരു മലയുടെ പേരുണ്ടല്ലോ, മൗണ്ട് ഓഫ് ഒലീവ്സിലെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസേബിൾസ് ഇരിക്കുന്നു. ഈ പറയുന്ന റോമൻ സോൾജേഴ്സ് അവരെന്ത് ചെയ്യുന്നു, പിടിക്കാനായിട്ടിരിക്കുന്ന ആ കാര്യമൊക്കെ വരച്ച് വെച്ചേക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇത് മാച്ച് ഫോളോയിങ് വന്നാൽ ഓർത്ത് വയ്ക്കുക. ജിയോവാനിയുടെ ജിയും ഗാർഡനും ഓർത്ത് വയ്ക്കുക. അഗണി ഇൻ ദ ഗാർഡൻ വരച്ചത് ജിയോവാനിയുടെ ഗാർഡൻ ജി എന്ന് ഓർത്ത് വയ്ക്കുക. എന്തുവാണ്? ജി. ഇപ്പം നിങ്ങൾക്ക് ചിരിയൊക്കെ തോന്നുമെങ്കിൽ ഉറപ്പാണ് നോക്കി വെച്ചോ. പരീക്ഷയ്ക്ക് മാച്ച് ഫോളോയിങ് വന്നാൽ നിങ്ങൾ എന്നെ ഓർക്കും. ജിയോവാനി ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ. അഗണിയും ഗാർഡനും ജിയോവാനിയും ബെല്ലിനിയും ഒന്നും ഓർമ്മയില്ലെങ്കിലും ജി വന്നാൽ ജി ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ജി, അവസാനത്തെ ജി. ആദ്യത്തെ വാക്കിൽ ജി, അവസാനത്തെ വാക്കിൽ ജി. ജിയോവാനി ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ. അടുത്ത് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഉച്ചരിക്കാനും പറ്റുന്നില്ല, വായിക്കാനും പറ്റുന്നില്ല. പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പേരോ. അപ്പോൾ ഇവൻ്റെ പടവും അതുപോലെ തന്നെ ആയിരിക്കും. സോറി, ഇവനെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡി മോണ്ടെഫെൽട്രോ. നല്ല പേരല്ലേ. അപ്പോൾ ഇത് തന്നെ കോഡ് തന്നെ. വായിക്കാൻ പറ്റാത്ത പേരുള്ള പെയിൻറ്റർ വായിക്കാൻ പറ്റാത്ത പേരുള്ളൊരു പെയിൻറ്റിങ് വരച്ചു. പിന്നെ വരച്ച മറ്റൊരു പെയിൻറ്റിംഗ് ആണ് ബാറ്റിസ്റ്റ ഫോഴ്സ. അപ്പോൾ നോക്കിയോ, രണ്ടാമത്തെ കോഡ് എന്താണ്? പിയറോ ഡെല്ല ഫ്രാൻസിസ്ക ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡി മോണ്ടെഫെൽട്രോ. ഓർത്ത് വെച്ചാൽ മതി. വായിക്കാൻ പറ്റാത്ത പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. ആ പറയുന്ന ആളുടെ പെയിൻറ്റിങ്ങും വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാറ്റിസ്റ്റ എന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും പേരിടും. എനിക്ക് ആകെ അറിയാമെന്നുള്ളൊരു ബാറ്റിസ്റ്റ് പണ്ട് റെസ്ലിങ്ങിലുണ്ടായിരുന്നൊരു ബാറ്റിസ്റ്റയാണ്. റെസ്ലിംഗ് അറിയാമല്ലോ, WWE. ഇപ്പം നിങ്ങളൊക്കെ കാണുമെന്ന് അറിയില്ല. ശരി, ഇനി വരുന്നതാണ് ലിയനാർഡോ ഡാവിഞ്ചിയെ ഓർത്ത് വയ്ക്കുക എളുപ്പമാണ്. നോക്കുക, ലിയനാർഡോ ഡാവിഞ്ചിയിൽ ഒരു എല്ലുണ്ട്. ലാസ്റ്റ് സപ്പറും മോണോലിസയും. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് വെച്ചാൽ എല്ല്, ലൂസിഫറിലെ എല്ല് പോലെ എല്ല്. ലിയനാർഡോ ഡാവിഞ്ചിക്ക് ലാസ്റ്റ് സപ്പറും മോണോലിസയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ദ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഈ എല്ലുമായിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാലോ എന്ന് ചോദിക്കും. അതിനൊരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയോ, ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഒരു എല്ലുണ്ട്. കണ്ടോ. ജിയോവാനി ബെല്ലിനിക്ക് എഗണി ഓഫ് ദ ഗാർഡൻ ഓർത്ത് വെച്ചാൽ, പിയറോ ഡെല്ല ഫ്രാൻസിസ്കയ്ക്ക് വായിക്കൊള്ളാത്ത പേരെന്ന് ഓർത്ത് വെച്ചാൽ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ എല്ല് അല്ലെ, ലൂസിഫറിൻ്റെ പോലെ എല്ല്. ദ ലാസ്റ്റ് സപ്പർ മോണോലിസ. അപ്പോൾ വരുന്ന സംശയം ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി, മൈക്കൽ ആഞ്ചലോടെയാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. കണ്ടോ, മൈക്കൽ ആഞ്ചലോ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ജാ എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. മൈക്കൽ ആഞ്ചലോയുടേതാണ് എന്ത് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ജലോയുടേതാണെന്ന് ഓർത്ത് വയ്ക്കുക. സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കില്ല്. അല്ലാതെ ഇത് പ്രധാനമായിട്ട് ചോദിക്കുന്ന മാച്ച് ദ ഫോളോയിങ് പോലത്തെ ഭാഗങ്ങളായിരിക്കും. ഇനി അല്ലാതെ പേര് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടകാലം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു രീതിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടേതാണ് എന്ത് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. മൈക്കൽ ആഞ്ചലോയ്ക്ക് വേറൊരു വർക്കും കൂടിയുണ്ട്. സിസ്റ്റീൻ ചാപ്പൽ എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിൽ, ക്രിസ്ത്യൻ പള്ളിയുടെ റൂഫിൽ, അതിൻ്റെ പടം ഇവിടെ
ഇല്ല. ഓക്കെ, ക്രിസ്ത്യൻ പള്ളിയുടെ റൂഫിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചിത്രം, ആ പള്ളിയുടെ ഫോട്ടോ ഇവിടെ ഇല്ല. ഓക്കെ, ആ പള്ളിയുടെ റൂഫ് ഉണ്ടല്ലോ, റൂഫിലായിട്ട് എന്ത് ചെയ്തു? വരച്ചു വെച്ചേക്കുന്നതാണ്. ഏത് പള്ളി? സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറയുന്ന വത്തിക്കാനിലുള്ള സിസ്റ്റീൻ ചാപ്പൽ എന്ന പള്ളിയിൽ ഈ പറയുന്ന പെയിന്റിങ് വരച്ചത് ആരാണ്? മൈക്കൽ ആഞ്ചലോ ആണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ. ജിയോവാനി ബെലനിയുടെ, അതിനകത്തൊരു ജി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ജിയോവാനി ബെലനിയുടെ എന്താണ്? ജിയോവാനി ബെലനിയുടെ ഗാർഡൻ, ജിയോവാനിയുടെ ഗാർഡൻ, ജി. പിയറോ ഡി ഫ്രാൻസിസ്കയുടെ വായിക്കൊള്ളാത്ത ഡിപ്റ്റിക്കോ ഫ്രാൻസിസ്കോ ഡി മൊണ്ടെഫെറോ ആൻഡ് ബാറ്റിസ്റ്റാസ് ഫോഴ്സ, വായിക്കൊള്ളുന്നില്ല എന്ന് ഓർത്താൽ മതി. പിന്നെ വരുന്നത് എല്ല്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും മോണോലിസയും. മൈക്കലാഞ്ചലോ അല്ലേ? ജി. മൈക്കലാഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും പിന്നെ എന്താണ്? സിസ്റ്റീൻ ചാപ്പലിനകത്തുള്ള പടവും. ബാക്കി ഇത്രയും പേരുടെ പേര് മാത്രം പഠിച്ചാൽ മതി. റാഫേൽ എന്ന് പറയുന്നതുണ്ട്, ടൈറ്റൻ ഉണ്ട്, ജിയോട്ടോ ഉണ്ട്, മസാച്ചിയോ ഉണ്ട്. അപ്പോൾ നോക്കിയോ, റാഫേൽ എന്ന് പറയുന്നത് ഒരു ചിത്രകാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി പോർട്രേഡ് ഹ്യൂമൻ ആസ് വൈസ്, മോഡറേറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ്. മനുഷ്യരെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരും മിതവാദികളും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വിലയൊക്കെ ഉള്ള ആൾക്കാരായിട്ട് പോർട്രേറ്റ് ചെയ്ത വ്യക്തിയാണ് റാഫേൽ. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ട് പറയുന്നില്ല. ടൈറ്റൻ ഒരു ചിത്രകാരനായിരുന്നു, അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജിയോട്ടോ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഗ്രീക്കോ റോമൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പെയിൻറ്റിങ് ആദ്യത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ജിയോട്ടോയോ ആണ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രീക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡൻറ്റ് ഇൻ ജിയോട്ടോസ് വർക്ക്. ജിയോട്ടോയുടെ ഇമ്പോർട്ടൻസ് അതാണ്. ആദ്യമായിട്ട് തുടങ്ങി വയ്ക്കുന്ന ജിയോട്ടോ എന്ന് പറയുന്ന ആളാണ്. മസാച്ചിയോ എന്ന് പറയുന്ന ആൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ എന്തായിരുന്നു? 3D ആയിരുന്നു. 3D ആയിരുന്നു അല്ലേ? സർഫസിൽ നിന്ന് ഈ പറയുന്ന പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ 3D പിക്ചേഴ്സ് വരച്ചൊരു കലാകാരനായിരുന്നു മസാച്ചിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ഇത് നിർത്തുന്നു, ഇനി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ബെലിനിയുടെ ഗാർഡൻ, ജിയോവാൻ ബെലിനിയുടെ ഗാർഡൻ. അപ്പോൾ ജിയുടെ തിരുവനന്തപുരത്ത് ഒരു ബേക്കറി ഉണ്ട്, ജി ബേക്കറി. അപ്പോൾ ജിയോവാനി ബെലിനിയുടെ ഗാർഡൻ, അഗൈൻ ദ ഗാർഡൻ. പിയറോ ഡെല്ല ഫ്രാൻസിസിൻ്റെ ഡിപ്റ്റിക്കോ ഫെഡറിക്കോ ഡി മൊണ്ടെഫെറോ ആൻഡ് ബാറ്റിസ്റ്റാസ് ഫോഴ്സ, വായിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്താൽ മതി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും മോണോലിസയും. മൈക്കലാഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും പള്ളിയുടെ റൂഫും. റാഫേൽ മനുഷ്യനും കുറച്ച് വിലയുള്ളവനായിട്ട് വരച്ചു വെച്ചു. ജിയോട്ടോയ്ക്കാണ് ഗ്രീക്കോ റോമൻ വർക്ക് ആദ്യമായി കണ്ടത്. മസാച്ചിയോ എന്ത് ചെയ്തു? 3D പടങ്ങൾ വരച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ചോദിക്കാം, റിനൈസൻസ് ആർട്ടിൻ്റെയും ഈ പറയുന്ന മിഡിൽ ഏജ് പെയിൻറ്റിങ്ങിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മനസ്സിലാക്കുക. മിഡിൽ ഏജ് പെയിൻറ്റിങ്ങുകൾക്ക് പ്രധാനമായിട്ടും സ്പിരിച്വലും റിലീജിയസുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏഞ്ചൽസിനും ഹെവൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഈ പറയുന്ന റിനൈസൻസ് ആർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? റിലീജിയസ് ആൻഡ് സെക്കുലർ അല്ലേ? ഈ പറയുന്ന റിലീജിയസ് ആയിരുന്നു, പക്ഷേ അവിടെ എന്താണ് കൂടുതൽ സെക്കുലർ ആയിട്ടായിരുന്നു, ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ്. ഹ്യൂമൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഫ്ലാറ്റും സിംബോളിക്കും അൺറിയലിസ്റ്റിക്കും ആയിരുന്നു മിഡിൽ ഏജിലാണെങ്കിൽ, റിയലിസ്റ്റിക്കും അനാറ്റമിക്കലി ആക്യുറേറ്റും ഇമോഷണലി എക്സ്പ്രസീവുമായിരുന്നു റിനൈസൻസ് കാലത്ത്. ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കളറുകളാണ് ഉപയോഗിച്ചിരുന്നത്, ഡെപ്ത് ഇല്ലായിരുന്നു. ടെമ്പറ പെയിൻറ്റിങ്, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ട് പെയിൻറ്റിങ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നാച്ചുറൽ കളേഴ്സും യൂസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷാഡോസും ഓയിൽ പെയിൻറ്റിങ്ങും നല്ല പെർസ്പെക്റ്റീവിലും ഒക്കെയാണ് എന്ത് വരച്ചത്? റിനൈസൻസ് കാലത്ത് വരച്ചത്. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ഒക്കെ കുറവായിരുന്നു. ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ഗ്രീക്കോ റോമൻ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയായിരുന്നു റിനൈസൻസ് കാലത്തുണ്ടായിരുന്നത്. നോട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പേരുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേലും ടൈറ്റനും ഗ്യോട്ടോയും മാസാച്ചിയോയും ഒക്കെ ആയിരുന്നു റിനൈസൻസ് കാലത്തെ പെയിൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒറ്റ ടോപ്പിക്കും കൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അതാണ് സ്കൾപ്ചർ, ശില്പകല. ശില്പകലയിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ശില്പകലയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇത്രയും കൂടെ ഞാൻ എന്ത് ചെയ്തേക്കുകയാണ്? കുറച്ച് മനസ്സിലാവുന്ന 2 പോയിൻ്റായിട്ട് പറഞ്ഞേക്കുകയാണ്. ഇവിടെ നോക്കിക്കോ, എന്തായിരുന്നു ഈ പറയുന്ന റിനൈസൻസ് കാലത്തെ ശില്പകലയുടെ പ്രത്യേകത? ഒന്ന്, നേരത്തെ പറഞ്ഞ അതേ കാര്യം, റിയലിസവും ഹ്യൂമൻ അനാട്ടമിയും കൃത്യമായി കാണിച്ചിരുന്നു. ശില്പങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കറക്റ്റ് മനുഷ്യനെ കണ്ടതുപോലെ കെയർഫുള്ളായിട്ട് അവരുടെ അനാട്ടമിയും പ്രപ്പോർഷൻസും ഒക്കെ അനുസരിച്ചായിരുന്നു വരച്ചിരുന്നത്. ഓക്കെ, നാച്ചുറൽ പോസും അതെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് പോയിന്റ് മാത്രം മതി, ബാക്കി ഞാൻ മനസ്സിലാവാൻ വേണ്ടി തന്നേക്കുന്നതാണ്. റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ഐഡിയാസ്, അതായത് റിനൈസൻസ് സ്കൾപ്ചർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്കോ റോമൻ എന്ന് ഓർത്താൽ മതി. ഗ്രീക്കോ റോമൻ ആർട്ടിനും അവിടുത്തെ കാര്യങ്ങൾക്ക് എംഫസൈസ് കൊടുത്തിരുന്നു, ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിരുന്നു. മോണോലിസ ആലോചിച്ചാൽ മതി, നമ്മൾ ഏത് ഇമോഷനോടെ മോണോലിസ പെയിൻറ്റിങ്ങിൽ നോക്കൂ, ആ ഇമോഷൻ ആ പടത്തിലും കാണുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ നോക്കി നോക്കും.
ഡീപ്പ് ഇമോഷൻസും ഹ്യൂമൻ ഫീലിങ്സും ഒക്കെ അവിടെ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഓക്കെ, കോൺട്രാ പോസ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ നിൽക്കുന്ന ഒരു രീതിയാണ്. ഈ പറയുന്ന ഡേവിഡ് എന്ന് പറയുന്ന 2 ശില്പങ്ങൾ നോക്കിയാൽ അവിടെ മനുഷ്യൻ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൂളായിട്ട് നിൽക്കുന്ന, നമ്മൾ ഈ മോഡൽമാരൊക്കെ നിൽക്കുന്ന ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് നിൽക്കും. ഡേവിഡിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് കോൺട്രാ പോസ്റ്റോ, അതായത് സ്റ്റാൻഡ്സ് വെയർ വെയിറ്റ് ഈസ് ഷിഫ്റ്റഡ് ഓൺ ടു വൺ ലെഗ് becomes a key figure giving sculptures a dynamic and relaxed look. These techniques added more movement of life into the figures. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡോണ്ടിലിയോ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതി ഈ ഡേവിഡ് 2 പേരും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഈ കറുത്ത നിറത്തിൽ കാണുന്ന അല്ലെങ്കിൽ ബ്രോൺസ് ആണെന്ന് തോന്നുന്നു കാണുന്ന എന്താണ് ഡേവിഡ് എന്ന് പറയുന്നത് ഡോണ്ടിലിയോയുടെ ഡേവിഡാണ്. അപ്പോൾ ഈ ശില്പങ്ങളൊക്കെ ഒറിജിനൽ മനുഷ്യന്മാർ നിൽക്കുന്ന പോലത്തെ പോസും രീതിയിലൊക്കെയാണ് ചെയ്തിരുന്നത്. സെക്കുലാർ സബ്ജക്റ്റുകൾ, അതായത് ദൈവങ്ങൾക്കും മറ്റൊക്കെ മാറിയിട്ട് നാട്ടിലുള്ള സാധാരണക്കാർ, ഇപ്പോൾ ഗാറ്റ മെലേറ്റ എന്ന് പറയുന്നത് കണ്ടോ, ഈ കുതിരക്കാരൻ്റെ ശില്പത്തിൻ്റെ പേരാണ് ഗാറ്റ മെലേറ്റ. അതായത് അന്നത്തെ കാലത്ത് നോക്കി, ഇൻ അഡീഷൻ ടു റിലീജിയസ് ഫിഗേഴ്സ്, റിനൈസൻസ് സ്കൾപ്ചേഴ്സ് ആൾസോ ഡെപിക്റ്റഡ് സെക്കുലർ ഹീറോസ് സച്ച് എസ് സോൾജേഴ്സ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ. അല്ലേ, ആ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഈ പറയുന്ന കാര്യത്തിലോട്ട് ഉൾപ്പെടുത്തി. അതായത് ഈ പറയുന്ന സാധാരണ ചെറുപ്പക്കാരൻ എന്ന രീതിക്ക് ഡേവിഡ് അതാണോ അത് ദാവീദാണോ ഈ ഡേവിഡ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഗാറ്റ മെലേറ്റ ഒരു കുതിരക്കാരൻ. ഇവിടെ നോക്കി, ഇവിടെ പറയുന്നുണ്ട് നോക്കി, ഗാറ്റ മെലേറ്റ ഡെപിക്റ്റ് എ സോൾജർ സിറ്റിംഗ് ഓൺ എ ഹോഴ്സ് ബാക്ക് ഇവോക്കിംഗ് ദ കാവൽറി മാൻ ഓഫ് ആൻഷ്യൻ റോം. പുരാതന റോമിനുണ്ടായിരുന്ന കുതിരക്കാരനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൃതി. അപ്പോൾ ആ പറയുന്ന കാലത്തെ കാര്യങ്ങളും അവിടുത്തെ ദൈവങ്ങളല്ല സാധാരണക്കാരെ എന്ത് ചെയ്തു, ഇവർ ശില്പങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തി. ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക്സ്. അല്ലേ, ഈ പറയുന്ന ഡോണ്ടിലിയോയും മൈക്കൽ ആഞ്ചലോയും ഒക്കെ എന്ത് ചെയ്തു, ബ്രോൺസ്, ക്ലേ, മറ്റ് പല മെറ്റീരിയൽസിലും ശില്പങ്ങളും കാര്യങ്ങളും നിർമ്മിച്ചിരുന്നു. ഇതാണ് സ്കൾപ്ചറിനകത്ത് പറയുന്നത്. ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തീർന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഡോണ്ടിലിയോയുടെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് ഡേവിഡും ഗാറ്റ മെലേറ്റയും. മൈക്കൽ ആഞ്ചലോയുടെയാണ് പിയറ്റ. ഇത് ഓർത്ത് വയ്ക്കാം. പിയറ്റ മൈക്കൽ ആഞ്ചലോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിയറ്റയുടെ ഐ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് PETA എന്ന് കിട്ടും. പെറ്റ എന്ന് വെച്ചാൽ പ്രസവിച്ചു എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു വയ്ക്കും. അല്ലേ, പെറ്റു എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവിച്ചു. അതായത് ഇത് ആരുടെ ഫിഗറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർജിൻ മേരി, അല്ലേ, കന്യാമറിയം, യേശു ക്രിസ്തുവിൻ്റെ അമ്മ കന്യാമറിയം. അപ്പോൾ കന്യാമറിയം പ്രസവിച്ചതാണ് ആരെ, യേശു ക്രിസ്തുവിനെ. അപ്പോൾ പിയറ്റ എന്നത് ആരാണ്, പിയറ്റ എന്നത് ആരുടേതാണ്, മൈക്കൽ ആഞ്ചലോയുടെയാണ്. അത് ആരെ പറ്റി പറയുന്നു, വെർജിൻ മേരിയും ഈ കാണുന്ന ശില്പമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആര് പെറ്റു, യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു ആര്, വെർജിൻ മേരി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. മൈക്കൽ ആഞ്ചലോയുടെ 2 പേരേ ഉള്ളൂ. ഇവിടെ വേറെ കോഡൊന്നുമില്ല, എൻ്റെ കയ്യിൽ കോഡും ഇല്ല പറയാനായിട്ട്. നിങ്ങളിത് എന്ത് ചെയ്യുക, നിങ്ങളിത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന ആർക്കിടെക്ചർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്